12 മണി സമയമായിട്ടില്ല. അതുകൊണ്ട് പ്രസംഗം ഞാൻ മുമ്പോട്ട് പറയുകയാണ്. നേരത്തെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രസംഗം പറഞ്ഞു കഴിയും കൃത്യം 12 മണിക്ക് നിർത്തുന്നതായിരിക്കും. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് അന്ത്യം എന്ന വാക്ക്. നാം ഇന്ന് ആഘോഷിക്കുന്നത് വെറുമൊരു ചരിത്ര സംഭവമായിട്ട് കാണരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നും പ്രസക്തമായ പ്രത്യാശയുടെ വിപ്ലവമാണ് നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ആഘോഷിച്ചത്. ദുഃഖവെള്ളിയാഴ്ച വന്നപ്പോൾ ശിഷ്യന്മാർ പേടിച്ചോടി. അവർ പറഞ്ഞു, എല്ലാം തീർന്നു, ഇനി രക്ഷയില്ല, ഇനി ഇത്രയും നാൾ നമ്മൾ പിടിച്ചു നിന്നതെല്ലാം വെറുതെ ആയിപ്പോയി, എല്ലാം കഴിഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, നിരാശരായി അവർ മടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 ദിവസം കഴിയുമ്പോൾ ഈശോ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറയുകയാണ്, ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്: മരണം നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യമല്ല, അത് മറ്റൊരു ലോകത്തിലേക്കുള്ള പ്രവേശന കവാടമാണെന്ന് സത്യം മനസ്സിലാക്കുക. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ചിന്തയാണത്. നമ്മൾ നിരാശയോടുകൂടി എല്ലാം തകർന്നു പോയി എന്ന് വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയോടും അല്ലെങ്കിൽ എത്രയോ ആഴത്തോടും നമുക്ക് സംസാരിക്കാനും വിജയിക്കുവാനുമായിട്ടുള്ള ഒരു വാക്കാണെന്ന് ഓർക്കുക. ഒന്നിനും ഒരു അന്ത്യമില്ല, എല്ലാത്തിനും ഒരു മാറ്റം മാത്രം സംഭവിക്കുന്നേ ഉള്ളൂ. മനുഷ്യ ശരീരം പോലും മരണപ്പെട്ട് കഴിയുമ്പോൾ അത് അതിൻ്റെ ശരീരത്തിൻ്റെ അന്ത്യമല്ല, അത് ഉടലെടുത്ത് വന്ന പല പദാർത്ഥങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ആ പദാർത്ഥങ്ങളിൽ വീണ്ടും കൂടിച്ചേരുമ്പോൾ പുതിയ ജീവൻ വരുന്നു എന്നുള്ള സത്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പെട്ടെന്നുള്ള ഫലങ്ങൾ വേണം. എല്ലാത്തിനും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സമയം എടുക്കാതെ തന്നെ ജീവിക്കുവാൻ, കഷ്ടപ്പെടാതെ ജീവിക്കുവാൻ, മുറിവേൽക്കാതെ സ്നേഹിക്കുവാൻ ക്രൈസ്തവ ജീവിതത്തിലും പലരും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഏറെ പ്രത്യേകിച്ച് കുരിശില്ലാത്ത ഒരു പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ ഈ 3 ദിവസങ്ങളിലുള്ള ജീവിതം നമ്മൾ കണ്ടതാണ്. വേദനയോടും വിലാപത്തോടും രക്തം വിയർത്തുകൊണ്ട് ഗെത്സമൻ തോട്ടത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുപോകുന്നത്. പിന്നീട് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കണ്ടു എന്തുമാത്രം വേദനകളും യാതനകളുമാണ് അവിടുന്ന് സഹിക്കേണ്ടി വന്നത്. അത് അദ്ദേഹത്തെ പ്രതിയല്ല അതൊക്കെ സഹിക്കേണ്ടി വന്നതെന്നുള്ളതും വിചിത്രമാണ്. നമ്മെ ഓരോരുത്തരെയും പ്രതിയാണ് അവിടത്തേക്ക് ഇതെല്ലാം സഹിക്കേണ്ടി വന്നത്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം ഒരു അന്ത്യമായിരുന്നില്ല, മറിച്ച് നമുക്കോരോരുത്തർക്കും ജീവൻ്റെ പുതിയ വെളിച്ചത്തിലേക്ക്, ജീവൻ്റെ പുതിയ കവാടത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുവാനായിട്ട് അവിടുന്ന് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്നത് വെറും ഒരു മാനസിക സുഖമല്ല, അവിടുന്ന് നമുക്ക് നൽകുന്നത് ജീവനുള്ള രക്ഷയാണ്. നമ്മളെന്നും ആസ്വദിക്കുവാനായിട്ടുള്ള ഒരു കാര്യമാണത്. ഒരു വിത്ത് മണ്ണിൽ വീണ് അഴിയാതെ പുതിയൊരു ചെടി ഉണ്ടാവില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അമ്മ പ്രസവ വേദന അനുഭവിക്കാതെ ഒരു കുഞ്ഞും ഉണ്ടാകുന്നില്ല. കുരിശിൽ കിടന്നപ്പോൾ ലോകം ക്രിസ്തുവിനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, പക്ഷേ സ്വയം രക്ഷിക്കാൻ കഴിയുന്നില്ല. യേശു വന്നത് സ്വയം രക്ഷിക്കാനായിരുന്നില്ല. ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അത് തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. അല്ലെങ്കിൽ യേശുവിനെ കുരിശിലേറ്റിയ അവരുടെ ഒരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു. കാരണം അതുവരെ എല്ലാ അത്ഭുതങ്ങളും ചെയ്തു, രോഗശാന്തി നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് വേണ്ട എല്ലാ, കാറ്റിനെ ശമിപ്പിച്ചു, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിരുന്ന മനുഷ്യൻ അവസാനം തൻ്റെ തന്നെ ജീവിതം കയ്യിൽ കിട്ടിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി നിന്നു എന്നുള്ള ചിന്തയായിരുന്നു അവർക്ക്. പക്ഷേ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്ത യേശുവിൻ്റെ കൈകളിൽ ഒരിക്കലുമില്ലായിരുന്നു. കാരണം സ്നേഹത്തിൻ്റെ നിർവചനം തന്നെ സ്വയം നശിച്ചുകൊണ്ട്
മറ്റുള്ളവർക്ക് ജീവൻ നൽകുക എന്നുള്ളതാണ്. ഒരു മെഴുകുതിരി സ്വയം ഉരുകുന്നത് കൊണ്ടാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. ക്രിസ്തു സ്വയം തകരാൻ സമ്മതിച്ചതുകൊണ്ടാണ് നിങ്ങളും ഞാനും രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മയുടെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. കല്ലറയ്ക്ക് തളച്ചിടാനായിട്ട് പറ്റാത്ത ഒരു ജീവനായിരുന്നു യേശുവിൻ്റേത്. യേശു മരിച്ചപ്പോൾ അവിടുത്തെ ശത്രുക്കൾ കരുതി ഇനി എല്ലാം തീർന്നു. അവർ കല്ലറയ്ക്ക് വലിയൊരു കല്ല് വെച്ച് മുദ്രയിട്ടു. കാവൽക്കാരെ നിർത്തി ലോകത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് സത്യത്തെ കുഴിച്ചു മൂടാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം 3-ാം ദിവസം ഉയർത്തു വരുമ്പോൾ ആരും കാണുന്നതിന് മുമ്പേ, ആരെങ്കിലും വന്ന് സഹായിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് കല്ല് അത്ഭുതകരമായ രീതിയിൽ ഉരുട്ടി മാറ്റുകയും അതിൽ നിന്ന് മരണത്തിൻ്റെ പിടിയിൽ നിന്നും ജീവൻ്റെ ഉത്ഥാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് യേശുവിന് സാധിച്ചു. ഇന്നും പലരും ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അമിതമായ പണം, അഹങ്കാരം അല്ലെങ്കിൽ പാപം എന്നിവ കൊണ്ട് നാം നമ്മുടെ ഹൃദയത്തിലെ ദൈവത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓർക്കുക, സൂര്യനെ മൂടി മുദ്ര വയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഈസ്റ്റർ പ്രഭാതത്തിൽ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടു. മരണം ജീവനെ വിഴുങ്ങാൻ നോക്കി, പക്ഷേ ജീവൻ്റെ ഉടയവനെ ദഹിപ്പിക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല. മരണം തോറ്റുപോയ നിമിഷമായിരുന്നു അത്. നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധിയാകുന്ന കല്ലായാലും ദൈവത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ അത് ഉരുണ്ട് മാറുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. പുനരുത്ഥാനത്തിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നിൽ വന്നപ്പോൾ അവിടുന്ന് ആദ്യം കാണിച്ചത് തൻ്റെ കൈകളിലെയും പാർശ്വത്തിൻ്റെയും മുറിപ്പാടുകളാണ്. എന്തുകൊണ്ടായിരിക്കും മഹത്വീകരിക്കപ്പെട്ട ആ ശരീരത്തിൽ അവിടുന്ന് ആ മുറിവുകൾ നിലനിർത്തിയതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മോട് പറയാനാണ്, നിങ്ങളുടെ വേദനകൾ എനിക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുറിപ്പാടുകളുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ, രോഗത്തിൻ്റെ, വഞ്ചിക്കപ്പെട്ടതിൻ്റെ മുറിപ്പാടുകൾ. പലപ്പോഴും നാം അവയോർത്ത് ലജ്ജിക്കുന്നു. എന്നാൽ ഉദ്ധിതനായ ക്രിസ്തു പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിൽ നമ്മുടെ മുറിവുകൾ മുത്തുകളായി മാറുമെന്നാണ്. നമ്മുടെ സങ്കടങ്ങൾ സ്വർഗത്തിൽ സന്തോഷമായി മാറും. അതുകൊണ്ട് നിങ്ങളുടെ വേദനകളെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ലെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. അവ ഉദ്ധിതനായ കർത്താവിന് സമർപ്പിക്കാനായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഏറെ പ്രത്യേകിച്ച് നമ്മളെ ഒരുമിച്ച് കൂട്ടി ഈ ഉദ്ബോധനം അവിടുന്ന് തരുമ്പോൾ ജീവിതത്തിൽ നിരാശയില്ലാതെ ജീവിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയാണെന്ന് ഓർക്കുക. യേശുവിനെ അടക്കിയ ആ സ്ഥലം ഒരു ശ്മശാനമായി ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. അതൊരു പൂന്തോട്ടമായിട്ട് തന്നെ കാണാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ആദ്യത്തെ മനുഷ്യനായ ആദം ഒരു തോട്ടത്തിൽ, ഏദൻ തോട്ടത്തിൽ വെച്ചാണ് ദൈവത്തെ അവിശ്വസിച്ച് മരണം ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ രണ്ടാമത്തെ ആദമായ ക്രിസ്തു മറ്റൊരു തോട്ടത്തിലെ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് നമുക്ക് നിത്യമായ ജീവൻ നൽകി. നമ്മൾ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത്? വെറും ഭൗതിക സുഖങ്ങളിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവർ ശവപ്പറമ്പുകളിലാണ് ജീവിക്കുന്നത്. വലിയൊരു സത്യമാണത്. അവർ പുറമേ മിനുസമുള്ളവരാണെങ്കിലും, പുറമേ മിനുക്കി നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ശൂന്യരാണ്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഈ ലോകം ഒരു തോട്ടമാണ്. അവിടെ ഓരോ വീഴ്ചയും ഓരോ ഉയർപ്പിനുള്ള തയ്യാറെടുപ്പാണെന്ന് ഓർക്കുക. തിന്മയ്ക്ക് 1 മണിക്കൂർ മാത്രമേ ആയുസ്സുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റേത് അവസാനിക്കാത്ത ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇരുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കുക. ഉറപ്പായിട്ടും പ്രഭാതം വരാനിരിക്കുന്നതേയുള്ളൂ. കല്ലറയുടെ വാതിക്കൽ തുറക്കപ്പെടാൻ പോകുന്നു. ക്രിസ്തുവിനോടൊപ്പം ഉയർക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ ഈസ്റ്റർ ദിനത്തിൽ വെറും പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ മനസ്സിലെ വിദ്വേഷം, അസൂയ, നിരാശ എന്നീ ശവക്കല്ലറകളിൽ നിന്ന് നാം പുറത്തു വരണം. ഇതെല്ലാം നമ്മെ ബന്ധിച്ചിട്ടിരിക്കുന്ന കല്ലറകളാണെന്ന് ഓർക്കുക. അവയിൽ നിന്നും എപ്പോൾ പുറത്തു വരുവാൻ സാധിക്കുന്നോ ആ സമയത്താണ് നമുക്ക് നിത്യജീവൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു വന്നത് നമ്മെ വെറും നല്ല മനുഷ്യരാക്കി തീർക്കാനായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റാനായിട്ടാണ്. സ്നേഹം മരണത്തേക്കാൾ ശക്തമാണെന്ന് അവിടുന്ന് തെളിയിച്ചു.
ആ സ്നേഹം നിങ്ങളുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും ഇന്നു മുതൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടച്ചിട്ട മുറികളിലേക്ക് കടന്നു ചെന്ന യേശു ഇന്ന് നിങ്ങളുടെ തകർന്ന ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. അവിടുന്ന് നൽകുന്ന സമാധാനം നിങ്ങളെ വഴി നടത്തട്ടെ. ഉദ്ധിതനായ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിലയ്ക്കാത്ത സ്നേഹത്തിൻ്റെ പ്രവാഹമാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് ഓർക്കുക. ഈ ഈസ്റ്റർ വർഷം അല്ലെങ്കിൽ ഈ വർഷത്തെ ഈസ്റ്റർ നിങ്ങൾക്കെല്ലാവർക്കും നന്മയുടെ, പ്രകാശത്തിൻ്റെ, വിടുതലിൻ്റെ സമയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.